കെ.എസ്.ആർ.ടി.സിയിൽ വിവരാവകാശ നിയമപ്രകാരം എപ്പോഴും അസത്യങ്ങളായിട്ടുള്ള ഒരുപാട് പ്രസ്താവനകളാൽ നിറഞ്ഞതായിരിക്കും. ഇപ്പോൾ കെ.എസ്.ആർ.ടി.സി സംബന്ധിച്ചിടത്തോളം ആന്റണി ചാക്കോ അദ്ദേഹം CMD ആയിരിക്കുന്ന കാലഘട്ടത്തിൽ കെ.എസ്.ആർ.ടി.സിയുടെ ഒരു ബുക്ക്ലെറ്റ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കെ.എസ്.ആർ.ടി.സി അതിൻ്റെ കടം തീർക്കുന്നതിനായി ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നും ഏകദേശം 2000 കോടി രൂപയോളം എടുത്തുകൊണ്ട് KTDFCയുടെ കടം തീർക്കുന്നു എന്നുള്ള കാര്യം പറയുവാൻ വേണ്ടിയാണ്. എനിക്ക് തോന്നുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് മന്ത്രിയായിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ആ കാര്യം ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഈ വർമ്മ ആൻഡ് വർമ്മ അസോസിയേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ കൊണ്ട് KSRTCയുടെ മൊത്തത്തിലുള്ള ആസ്തി വിവരങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയുണ്ടായി. എനിക്ക് തോന്നുന്നു 420 ഏക്കർ ഭൂമി ഏകദേശം പട്ടയമുള്ളതും കരമടയ്ക്കുന്നതും പാട്ടത്തിനെടുത്തതും ഉൾപ്പെടെ ഉള്ള ഭൂമികളെക്കുറിച്ചുള്ള ഒരു വിവരണം അതിനകത്ത് നൽകുന്നുണ്ട്. രണ്ടാമതായിട്ട് പിന്നീട് KSRTCയിൽ നടത്തിയ ഒരു വിവരാവകാശത്തെ വെച്ച ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് ഇത്തരത്തിൽ KSRTCയുടെ ആസ്തി വിവരങ്ങൾ കണ്ട് എഴുതി സൂക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആസ്തി വിവരത്തെക്കുറിച്ച് കണക്കാക്കുവാൻ വേണ്ടി മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല എന്നാണ് മറുപടി ലഭിക്കുകയുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു 2 ഏക്കർ ഭൂമിയുടെ കണക്ക് ഈ രണ്ടാമത് ലഭിച്ചിട്ടുള്ള വിവരാവകാശ പ്രകാരമുള്ള ഇതിൽ ആന്റണി ചാക്കോ സാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഉത്തരവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ബുക്ക്ലെറ്റിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ രണ്ടാമത് KSRTC നൽകുന്ന വിവരങ്ങളിൽ ഏകദേശം 1.25 ഏക്കറോളം ഭൂമി കാണാതായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും വിവരാവകാശത്തെ KSRTC സമീപിക്കുന്നത് ലാഘവ ബുദ്ധിയോടുകൂടിയും യഥാർത്ഥ വിവരങ്ങൾ കൈമാറാതെ മറച്ചു വെക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ഞാൻ ഈ ചാനലിൽ കൂടി തന്നെ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, KSRTCയുടെ അന്നത്തെ ഈ പറയുന്ന 420 ഏക്കർ ഭൂമിയുടെ വിലയായിട്ടിട്ടുള്ളത് 3900 കോടി രൂപ ആസ്തിയായിട്ട് കണക്കാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേരളം മുഴുവനുള്ള KSRTCയുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് കൃത്യമായ മൂല്യനിർണ്ണയം നടത്തി തന്നെ അന്ന് വെച്ചിട്ടുള്ളതാണ് എന്നിരിക്കെ ഈ ഒരു വിവരാവകാശത്തിൻ്റെ മറുപടിയിൽ അത്തരത്തിൽ യാതൊരു മൂല്യനിർണ്ണയവും നടത്തിയിട്ടില്ല എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്നൊരു കണക്ക് എന്ന് പറയുന്നത് KSRTCയുടെ ആകെയുള്ള ആസ്തികളിൽ ഈ പറയുന്ന 420 ചില്ലുവാനം ഏക്കർ ഭൂമി എന്നുള്ളത് 417.20 എന്നുള്ള നിലയിലേക്ക് എങ്ങനെയാണ് താഴുന്നത്. ഇത്തരത്തിൽ KSRTC ഇപ്പോൾ ബിജു പ്രഭാകരൻ്റെ കാലഘട്ടത്തിലൊക്കെ എവിടെയോ പാട്ടത്തിനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഏതായാലും KSRTC അതിൽ സ്വത്തുവകകൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, ഇല്ലെങ്കിൽ ആ സ്വത്തുവകകൾ മറ്റാർക്കെങ്കിലും കൈമാറുവാനുള്ളൊരു വ്യഗ്രത, KSRTCയുടെ കണ്ണായ സ്ഥലത്ത് ഭൂമികൾ എങ്ങനെ ഈ പറയുന്ന ഭൂമാഫിയയുടെ കരങ്ങളിൽ എത്തിച്ചേർക്കാം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരു വേളയിലാണ് ഇപ്പോൾ എറണാകുളം നഗരത്തിൽ കിടക്കുന്ന ഭൂമി കൊടുത്തിട്ട് ചതുപ്പ് ഭൂമിയാണ് കിട്ടുന്നതെന്ന് മന്ത്രി ഗണേഷ് കുമാർ സാർ തന്നെ എറണാകുളം ഡിപ്പോ സന്ദർശിക്കുന്ന വേളയിൽ പറയുകയുണ്ടായി. പുതിയ സ്റ്റാൻഡ് നമ്മൾ MOU ഒപ്പിട്ടുണ്ട്, ഇവിടെ സ്ഥലം കൊടുക്കുകയാണ്, പക്ഷേ അവിടെ ചതുപ്പാണ് തന്നിരിക്കുന്നത്. നികത്തി എടുക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ. അപ്പോൾ ഇത്തരത്തിൽ KSRTCക്ക് വരുന്ന ഈ പറയുന്ന കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന KSRTCയുടെ വസ്തുവകകളെക്കുറിച്ചുള്ള വിവരാവകാശ രേഖകൾ നൽകുമ്പോൾ അലക്ഷ്യത്തോടും അലംഭാവത്തോടും കൂടിയാണ് ഉദ്യോഗസ്ഥർ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഈ വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. Thank you.